ഇസ്ലാമിന്റെ വിശുദ്ധ പ്രവാചകന്റെ ഹദീസുകളിൽ വാഗ്ദത്ത മസീഹിന്റെ തെളിവുകളിൽ ഒന്നായി അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. ആകാശവും ഭൂമിയും സൃഷ്ടിച്ചതിനു ശേഷം ഇതുവരെ സംഭവിച്ചിട്ടില്ലാത്ത 2 അടയാളങ്ങൾ എന്റെ മഹ്ദിക്ക് ഉണ്ടാകും. മിർസ ഗുലാം അഹമ്മദ് വാഗ്ദത്ത മസീഹാണെന്ന് അവകാശപ്പെട്ട് ഏതാനും വർഷങ്ങൾക്ക് ശേഷം 1894-ൽ റമദാൻ മാസത്തിൽ വളരെ നിർദ്ദിഷ്ട ദിവസങ്ങളിൽ സംഭവിക്കുന്ന ഈ 2 അടയാളങ്ങളും പുലർന്നു. റമദാനിൽ പൗർണമിയുടെ ആദ്യ 3 ദിവസങ്ങളുടെ തുടക്കത്തിൽ സംഭവിച്ച ഒരു ഗ്രഹണത്തിന് ഇന്ത്യയും ഉപഭൂഖണ്ഡവും സാക്ഷികളായിരുന്നു. അടുത്ത വർഷം 1895-ൽ റമദാനിൽ വീണ്ടും പൗർണമിയുടെ 3 ദിവസങ്ങളിൽ രണ്ടാമത്തേതിൽ യുഎസ്എയും ഉപഭൂഖണ്ഡവും ഗ്രഹണം കണ്ടു. നമുക്കറിയാം, ഗ്രഹണങ്ങൾ മനുഷ്യനിർമ്മിതമല്ല, അല്ലെങ്കിൽ അത്തരമൊരു ദൃശ്യം സൃഷ്ടിക്കാൻ കഴിയുന്ന ഒരു സാങ്കേതിക വിദ്യയും ഈ ഗ്രഹത്തിലില്ല. അതിനാൽ ഇത് ദൈവത്തിന്റെ പ്രവൃത്തിയായിരിക്കണം. വാഗ്ദത്ത മിശിഹായുടെ സത്യസന്ധതയെ പിന്തുണയ്ക്കുന്ന വ്യക്തമായ അനിഷേധ്യമായ തെളിവാണിത്. രണ്ടാമത്തെ തെളിവ്, അത്ഭുതങ്ങൾ സാധാരണയായി പ്രവാചകത്വവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. യേശു രോഗികളെ സുഖപ്പെടുത്തിയതായി പറയപ്പെടുന്നു. മൂസാ നബി കടൽ പിളർത്തിയെന്നും യൂനുസ് നബി ഒരു അവസരത്തിൽ തിമിംഗലത്തിന്റെ വയറ്റിൽ നിന്ന് രക്ഷപ്പെട്ടതായും പറയപ്പെടുന്നു. വാഗ്ദത്ത മഹ്ദിയുടെ കാലത്ത് അബ്ദുൽ കരീം എന്ന ഒരു വിദ്യാർത്ഥി ഉണ്ടായിരുന്നു. അയാൾക്ക് പേവിഷ ബാധിച്ചതായി കണ്ടു. അക്കാലത്ത് അബ്ദുൽ കരീമിനെ സുഖപ്പെടുത്തുന്ന ഒരു ചികിത്സയുമില്ലായിരുന്നു. അതിനാൽ വാഗ്ദത്ത മഹ്ദി ഈ വിദ്യാർത്ഥിയുടെ സൗഖ്യത്തിനായി പ്രാർത്ഥിച്ചു. രണ്ടാമതൊരു മാർഗവും കൂടാതെ കരീം അപ്പോൾ അത്ഭുതകരമായി സുഖം പ്രാപിച്ചു. ഏതെങ്കിലും മനുഷ്യ ഇടപെടൽ കൊണ്ട് ഇത് സാധ്യമാകുമായിരുന്നില്ല. ഇത് ദൈവത്തിന്റെ പ്രവർത്തനത്തിൽ മാത്രമേ സാധ്യമാകൂ. മഹ്ദി മസീഹിന്റെ കാലത്തെ രണ്ടാമത്തെ അത്ഭുതം, എങ്ങനെയാണ് അദ്ദേഹം അറബി ഭാഷയെ ഒറ്റരാത്രി കൊണ്ട് പരിപൂർണമാക്കിയത് എന്നതാണ്. ഞാനോ നിങ്ങളോ ഒരു ഭാഷ പഠിക്കാൻ എത്ര സമയമെടുക്കും? ബിരുദമുള്ള ആളുകൾക്ക് പോലും അവരുടെ ഭാഷയിൽ വിദഗ്ധർ എന്ന് സ്വയം വിളിക്കാൻ പ്രയാസമാണ്. വാഗ്ദത്ത മസീഹിന് ഒറ്റരാത്രി കൊണ്ട് 40,000 അറബി വാക്കുകളുടെ വെളിപാട് ലഭിച്ചു. അതും ലോകത്തിലെ ഏറ്റവും സങ്കീർണമായ ഭാഷകളിലൊന്നായി അറിയപ്പെടുന്ന അറബി ഭാഷയിൽ. വാഗ്ദത്ത മസീഹിന്റെ സത്യസന്ധതയെ പിന്തുണയ്ക്കുന്ന ദൈവിക പ്രവർത്തനത്തിന് മാത്രമേ ഇത് സാധ്യമാകൂ. മൂന്നാമത്തെ തെളിവ്, തങ്ങളുടെ അവകാശവാദങ്ങളിലും ദൗത്യങ്ങളിലും അവർ ഇന്നും വിജയിച്ചിട്ടുണ്ടെന്ന് പ്രവാചകന്മാരുടെ ചരിത്രത്തിൽ നിന്ന് നമുക്ക് കാണാൻ കഴിയും. അതുപോലെ വാഗ്ദത്ത മഹദി മസീഹ് തന്റെ അവകാശവാദങ്ങളിലും ദൗത്യങ്ങളിലും വിജയിച്ചിരിക്കുന്നു. വാഗ്ദത്തം ചെയ്യപ്പെട്ട മസീഹിന് ദൈവത്തിൽ നിന്ന് ഒരു പ്രവചനം ലഭിച്ചു. ഞാൻ നിന്റെ സന്ദേശം ഭൂമിയുടെ കോണുകളോളം എത്തിക്കും. വാഗ്ദത്തം ചെയ്യപ്പെട്ട മഹ്ദി മസീഹിന് ഈ പ്രവചനം ലഭിച്ചത് ലോകത്തിന് അറിയപ്പെടാത്ത ഒരു പട്ടണമായ കാദിയാൻ എന്ന ഇന്ത്യയിലെ ഒരു ഗ്രാമത്തിലാണ്. 100 വർഷങ്ങൾക്ക് ശേഷം അദ്ദേഹത്തിന്റെ സന്ദേശവും അവകാശവാദവും ലോകമെമ്പാടുമുള്ള 200-ലധികം രാജ്യങ്ങളിൽ എത്തിയതായി ഇപ്പോൾ നമുക്ക് കാണാൻ കഴിയും. അദ്ദേഹത്തിന്റെ സന്ദേശം ഭൂമിയുടെ കോണുകളിൽ എത്തിയിട്ടില്ലെന്ന് ഇപ്പോൾ ആർക്കാണ് പറയാൻ കഴിയുക? ഇത് വാഗ്ദത്ത മഹ്ദി മസീഹിന്റെ സത്യതയ്ക്കുള്ള വ്യക്തമായ തെളിവുകളാണ്.